ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ ഇടുക്കി നേര്യമംഗലം പാലത്തിൽ സ്ഥാപിച്ച സിഗ്നൽ സംവിധാനം നോക്കുകുത്തിയാകുന്നു. ഇരുഭാഗത്തു നിന്നും എത്തുന്ന വാഹനങ്ങൾ നിയന്ത്രിച്ച് കടത്തിവിടാൻ ലക്ഷ്യമിട്ടാണ് സിഗ്നൽ സ്ഥാപിച്ചത്. തിരക്കേറുന്ന സമയങ്ങളിൽ പാലത്തിൽ ഗതാഗതക്കുരുക്കും വാക്കുതർക്കവും പതിവാണ്. വർഷങ്ങൾക്ക് മുമ്പ് മൂന്നാറിലെ നീലക്കുറിഞ്ഞി വസന്തത്തിന് മുന്നോടിയായി നേര്യമംഗലം പാലത്തിലെ തിരക്കൊഴിവാക്കുന്നതിന് വേണ്ടിയായിരുന്നു പാലത്തിന്റെ ഇരുവശങ്ങളിലും സിഗ്നൽ സംവിധാനം ഏർപ്പെടുത്തിയത്. നിശ്ചിത ഇടവേളകളിൽ പാലത്തിന്റെ ഇരുദിശകളിലേക്കും വാഹനം കടത്തിവിടുകയെന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. എന്നാൽ സിഗ്നൽ സ്ഥാപിച്ചതൊഴിച്ചാൽ നാളിതുവരെ സിഗ്നൽ കാര്യക്ഷമമായി പ്രവർത്തിച്ചിട്ടില്ല. മൂന്നാറിലേക്കുള്ള സഞ്ചാരികളുടെ വരവ് വർദ്ധിച്ചതോടെ ഇത്തവണയും നേര്യമംഗലം പാലത്തിൽ കുരുക്കും വാക്കുതർക്കവും രൂക്ഷമാവുകയാണ്. രോഗികളുമായി എത്തുന്ന ആംബുലൻസുകൾ അടക്കം കുരുക്കിൽപ്പെടുന്നതും നിത്യസംഭവമാകുന്നു. ഒരു വലിയ വാഹനത്തിനും ഒരു ചെറുവാഹനത്തിനും കടന്നു പോകത്തക്ക വിസ്താരം മാത്രമാണ് നേര്യമംഗലം പാലത്തിനുള്ളത്. തിരക്കേറുന്നതോടെ രണ്ട് വലിയ വാഹനങ്ങൾ ഒരേ സമയം പാലത്തിൽ വന്ന് കയറും. ഇതോടെ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കുണ്ടാകും. മുമ്പ് ഗതാഗതം നിയന്ത്രിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരെ നിയമിച്ചിരുന്നുവെങ്കിലും ഇത് ഫലവത്തായില്ല. തിരക്കേറുന്ന സമയങ്ങളിൽ ഇരുദിശകളിലേക്കും ക്രമം പാലിച്ച് പാലത്തിലൂടെ വാഹനങ്ങൾ കടന്നുപോകും വിധം സിഗ്നൽ ക്രമീകരിച്ചാൽ പാലത്തിലെ കുരുക്ക് ഒഴിവാക്കാം. അടിയന്തരമായി പാലത്തിലെ സിഗ്നൽ സംവിധാനം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. ജനം, ഇടുക്കി.